സാധു മൃഗത്തെ അതിൻ്റെ നവദ്വാരങ്ങളും ബന്ധിച്ച് കൊല്ലുന്നതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം എങ്കിൽ നരകത്തിലേക്കുള്ള മാർഗം ഏതാണെന്ന് പറഞ്ഞാൽ സമാധാനപൂർവം ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ വിഭാഗക്കാരെ നമ്മൾ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കും? മതപരമായ ആധിപത്യത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. ആ ആധിപത്യത്തിന് കീഴടങ്ങി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ വകവരുത്തുമെന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. കേരളത്തിലെ ജനങ്ങളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു ആഘോഷമായിരുന്നു തവനൂർ മണ്ഡലത്തില് ആടിന്റെ തലയറുത്ത് ലീഗ് പ്രവർത്തകർ. ആ ദൈവത്തോടുള്ള വിധേയത്വം പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക നിയമം അനുസരിച്ച് മൃഗബലി നടത്താം. അങ്ങനെ വേണമെങ്കിൽ തന്നെ അത് പെരുവഴിയിൽ വെച്ച് പറ്റില്ല. ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ ജീവിത രീതിയുമായി ബന്ധമില്ലാത്തവരെ ഭീഷണിപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ പരസ്യമായ ഭീഷണിപ്പെടുത്തുക. അതാരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഹിന്ദുക്കളെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഒരു സംശയവും. KS രാധാകൃഷ്ണനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. പല വിധത്തിലുള്ള ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞ് പല വിധത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ കണ്ട്, ഒരുപാട് ആഘോഷങ്ങൾ കണ്ടു. കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ കണ്ടു. ഏറ്റവും കേരളത്തിലെ ജനങ്ങളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു ആഘോഷമായിരുന്നു തവനൂർ മണ്ഡലത്തിൽ നടന്ന ഒരു ആഘോഷം എന്ന് പറയുന്നത്. ആടിന്റെ തലയറുത്ത് ലീഗ് പ്രവർത്തകർ ആഘോഷം നടത്തുകയുണ്ടായി. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഒന്ന്, അതൊരു കുറ്റകൃത്യമാണ്. നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട്, അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചിട്ട്, സ്ലോട്ടറിങ് ആക്ട് അനുസരിച്ചിട്ട് നോക്കിയാൽ പൊതുനിരത്തിൽ ആളുകൾ കണ്ടു നിൽക്കുന്ന സമയത്ത് ഒരു മൃഗത്തെ ഉപദ്രവിക്കുന്നത്, തല ഇറക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നത് കുറ്റകൃത്യമാണ്. അപ്പോൾ തല ഇറക്കുന്നത് വലിയ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം ചെയ്തിട്ട് അതിനെതിരെ എന്തെങ്കിലും നടപടി ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ശരിയാണ്, അതിനെതിരെ നടപടി എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇതിൻ്റെ നിയമപരമായിട്ടുള്ള വശം. മതപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം നടന്നു കഴിഞ്ഞാൽ ആ നല്ല കാര്യത്തിൻ്റെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മൃഗബലി നടത്തുക എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൻ്റെ ഇസ്ലാം മത ആചാരത്തിൻ്റെ ഭാഗമാണ്. അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് തഖ്വ എന്ന് പറയും. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള നമ്മുടെ വിധേയത്വം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് തഖ്വയാണ്. ആ ദൈവത്തോടുള്ള വിധേയത്വം പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ആ നിയമം അനുസരിച്ചിട്ട്, ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് മൃഗബലി നടത്താം. ഇപ്പോഴും നടത്തുന്നുണ്ടോ മൃഗബലി? ഉണ്ടല്ലോ, ഇപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഇവിടെയും കാണും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കുർബാനി എന്നാണ്. ഇപ്പം തഖ്വയും കുർബാനിയുമാണ്. കുർബാനി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനോട് ഏറ്റവും അടുത്തിരിക്കുക എന്നതാണ് കുർബാനി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സൽകൃത്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നന്ദി സൂചകമായി തഖ്വ നടത്തി ഒരു മൃഗബലി നടത്തിക്കഴിഞ്ഞാൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കാനായിട്ട് കഴിയും എന്നാണ് അവരുടെ വിശ്വാസം. ഇതാണ് അതിൻ്റെ ആചാരം. പക്ഷേ അങ്ങനെ വേണമെങ്കിൽ തന്നെ അത് പെരുവഴിയിൽ വെച്ച് പറ്റില്ല. അതിനെ ബിസ്മി ചൊല്ലിയതിന് ശേഷം ആചാര അനുഷ്ഠാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇസ്ലാം മതത്തിൻ്റെ ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത് എന്ന വാദം അവിടെ പൊളിയാണ്. ആ വാദത്തിന് അർത്ഥമില്ല. അപ്പോൾ പിന്നെ എന്തിനിത് ചെയ്തു എന്നുള്ളതാണ്. ബലിയാട് എന്ന് പറഞ്ഞാൽ ഒരാടിനെ ബലി നൽകുകയാണ്, അത് പരസ്യമായിട്ട്. എന്തിനിത് ചെയ്തു? അത് ചെയ്തത് രണ്ട് ലീഗ് പ്രവർത്തകരാണ്. അതെ, ലീഗ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു സാധു മൃഗത്തെ
നടു റോട്ടിൽ വെച്ച് അതിൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞതിന് ശേഷം നടത്തിക്കൊണ്ടുവന്ന് കഴുത്ത് വെട്ടിയിട്ട് ആ കഴുത്തും പിടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ജീവിത രീതിയുമായി ബന്ധമില്ലാത്തവരെ ഭീഷണിപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ രീതി. നിങ്ങൾക്ക് അറിയാമോ എന്നെനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയും ഈ PFIയും ഒക്കെ ഇവിടെ വരുന്ന സമയത്ത് പട്ടിയെ തലകറുത്ത് കൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ ഇവർക്ക് പരിശീലനം കൊടുക്കുന്നവരായിരുന്നു. എങ്ങനെയാണ് ഈ അറപ്പില്ലാതെ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ആയുധം പ്രയോഗിച്ച് അവരെ വകവരുത്തുന്നതിനുള്ള പരിശീലനമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ആ പരിശീലനം കിട്ടുന്ന പരിപാടിയാണ് നടക്കുന്നത്. അല്ല, അവർക്കൊരു കുഴപ്പമില്ല, കാരണം വകവരുത്താനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാകട്ടെ എന്നുള്ളതാണ്. അത് എന്തിനാണ് അങ്ങനെ പരസ്യമായിട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും സിമിയുടെയും PFIയുടെയും പ്രവർത്തകരല്ലാത്തവർ, അവരെ എതിർക്കുന്ന ഇതര മതസ്ഥര, അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, അവരെ പേടിപ്പിക്കുകയാണ്. പരസ്യമായ ഒരു ഭീഷണിപ്പെടുത്തലാണോ ഇതിലൂടെ? പിന്നെ തീർച്ചയായിട്ടും പരസ്യമായിട്ടുള്ളൊരു ഭീഷണിപ്പെടുത്തലാണ്. ആ നിയമം ലംഘിച്ച് ഇത് ചെയ്യാൻ അവർ തീരുമാനിക്കുമ്പോൾ പരസ്യമായ ഭീഷണിപ്പെടുത്തലാണ്. അതാരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഹിന്ദുക്കളെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. അതിലൊരു സംശയവും വേണ്ട. കാരണം അവരുടെ ശത്രുവായിട്ട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആണെങ്കിൽ മുസ്ലിം, ക്രിസ്ത്യൻ, മൈനോറിറ്റി മതവിഭാഗങ്ങളുടെ ഒരു ഏകീകരണം UDFന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായും. അതുകൊണ്ടാണ് എറണാകുളത്തുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളും അവർ സ്യൂപ്പ് ചെയ്തെടുത്തു. ചാലക്കുടി തുടങ്ങി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, കോട്ടയം, ഇടുക്കി ആ പ്രദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം തൂത്തുവാരി എടുക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഉണ്ടായി. ആ ഏകീകരണം UDFന് അനുകൂലമായിരുന്നു. വേറെ ഒന്നും നടന്നില്ല. ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയമായി തന്നെ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അവരൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിട്ട് ആ പൊളിറ്റിക്കൽ ഡിസിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഭാഗമായിട്ട് അവർ UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അവർ ഒരുമിച്ച് പോയി വോട്ട് ചെയ്യണേ ചെയ്ത്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് എടുത്തു നോക്ക്, അങ്കമാലി, ആലുവ, പറവൂര്, പിന്നെ വൈപ്പിൻ, കൊച്ചി, എറണാകുളം, കളമശ്ശേരി, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, പിറവം, കുന്നത്തുനാട്, പെരുമ്പാവൂര്, കോതമംഗലം, ഇങ്ങനെ തുടങ്ങി എല്ലാ പ്രദേശങ്ങളും എടുക്കുകയാണ്. അതെല്ലാം മൈനോറിറ്റി വോട്ടുകൾ അവർക്ക് എൻ ബ്ലോക്കായിട്ട് കിട്ടിയതിൻ്റെ ഫലമായി അവർ ചെയ്തതാണ്, അവരെടുത്തതാണ്. ബാക്കി മെജോറിറ്റി വോട്ടുകൾ ഡിവൈഡ് ചെയ്യപ്പെടുകയും മൈനോറിറ്റി വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്തപ്പോൾ ജയിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിയെ പോലുള്ളൊരു കാൻഡിഡേറ്റ് നിന്നിട്ട് പോലും മാക്സിക്ക് വോട്ട് ചെയ്യാതെ അവർ മുഹമ്മദ് ഷിയാസിന് വോട്ട് ചെയ്തു അവിടുത്തെ ലത്തീൻ സഭ. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമായിട്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിജയം, ആ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗുകാർ നടത്തിയ ആ പ്രകടനത്തിൽ, താനൂരല്ലേ, താനൂര് നടത്തിയ ആ പ്രകടനം മലബാറിലെ ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ അവരും മലരും കരുതി വെച്ചോളൂ, കുന്തിരിക്കം കരുതി വെച്ചോളൂ, ഇതാ ഞങ്ങൾ വരുന്നു, നിങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് കഴിയും, ഈ ആടിനെ കൊല്ലുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും എന്ന് പറയുന്ന ഒരു സന്ദേശമാണ്. അതുപോലെ തന്നെയാണ് അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കും എന്ന് പറഞ്ഞാൽ അതിൽ അതേപോലെ തന്നെ ഇതായത് ഞങ്ങളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കത്തി കയറ്റി കൊല്ലാൻ മടിയില്ലാത്തവരാണ് ഇവരെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊരു ഭീതി തോന്നുമല്ലോ. ആ ഭീതിയിലേക്ക് ഹിന്ദുക്കളെ എത്തിക്കുന്നതിന് വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്.
ഈ കാര്യങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കളുടെ അറിവും സമ്മതവും ഇല്ലാതെ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരാരും ഇതുവരെ ഇതിനെ അപലപിച്ച് ഞാൻ കണ്ടില്ല. മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കൾ ഇതിനെ അപലപിച്ച് കണ്ടില്ല. മാപ്രകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകരെ, അവർ മിക്കവാറും പേരൊക്കെ ഇടതുപക്ഷക്കാരും സെക്കുലറിസ്റ്റുകളുമാണ്. അവരും ഇതിനെ അപലപിച്ച് കണ്ടില്ല. ഒരു ചർച്ച പോലും അവരാരും ഇതിൻ്റെ പേരിൽ നടത്തിയിട്ടില്ല, മിണ്ടിയിട്ടില്ല. ഇങ്ങനൊരു സംഭവം നടന്ന കാര്യം അവരറിയുന്നില്ല. അവരൊരു ചർച്ച നടത്താനൊന്നും അവർക്കൊരു താല്പര്യമില്ല. അതെന്താ നടത്തിയില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. കാരണം ഇതാണോ ഇതിൻ്റെ സംഗതി? ചെറിയ കാര്യം പോലും എടുത്തിടുന്നവർ എന്തുകൊണ്ട്? അതെ, ഏത് ചെറിയ കാര്യം പോലും എടുത്തിട്ട് ചർച്ച നടത്തുന്ന മാപ്രകൾ അവരാ വാക്കിനാണ് അർഹര്. അതിവർക്കും ചില പ്രത്യേകതകളുണ്ട്. ഈ മാപ്രകളായിട്ടുള്ളവർ അവരെല്ലാവരും തന്നെ അവരുടെ വിദ്യാഭ്യാസ കാലത്ത് ഇപ്പം ഇരിക്കുന്ന ഈ അവതാരകരായിട്ട് ഇരിക്കുന്നവരൊക്കെ തന്നെ ചാനൽ ഏതായാലും അവരെല്ലാവരും അവരുടെ വിദ്യാഭ്യാസ കാലത്തെ അസഭ്യക്കാരായിരുന്നവരാണ്. അവർ പറയണം ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് എന്നാണ് പറയാറുള്ളത്. അതായിക്കോട്ടെ, എന്തിനും അഭിമാനിക്കാൻ ഒരുത്തിന് അവകാശമുള്ള സ്ഥിതിക്ക് ഒരുത്തിന് SFI ആണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കാൻ തീർച്ചയായിട്ടും അവകാശമുണ്ട്. അവരാണ് ഇപ്പോഴും വന്ന് ഈ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സെക്കുലർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴവർ കുറേ പേര് കോൺഗ്രസ്സുകാരുമാണ്. വളരെ പെട്ടെന്ന് കോൺഗ്രസ്സിലേക്ക് മാറിയതാണ്. ഗാന്ധിയിലേക്കും അവർ മാറി. അപ്പം നിലവാരമില്ലാത്തതും നിലപാടില്ലാത്തതുമായ ഒരു വിഭാഗമാണ് ഇവർ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് അവരും ചർച്ച ചെയ്ത് കണ്ടില്ല. പിന്നെ ഇസ്ലാമിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് പൊതുവേദിയിൽ വന്ന് ചർച്ച നടത്തുന്നവരുണ്ടല്ലോ, സാംസ്കാരിക നായകർ, അവരും ഒരക്ഷരം ഇതിനെതിരെ പറഞ്ഞു കണ്ടില്ല. മതേതരത്വവും സഹാനുഭൂതിയും നിറഞ്ഞവരാണ് ഇവരെന്ന് പറയുമ്പോൾ ഇവർ ഞങ്ങൾ സഹാനുഭൂതിയുള്ളവരാണെന്ന്, ഈ സഹാനുഭൂതിയാണ് ഒരു ആടിനെ വെട്ടിയിട്ടാണോ സഹാനുഭൂതി കാണിക്കേണ്ടത്? അല്ലല്ലോ. അതും എന്തിനു വേണ്ടി വെട്ടി? ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. സ്ലോട്ടർ ഹൗസുകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്ന സംവിധാനമാണ്. അത് നിയമപരമാണ്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? ഇത് എന്ത് തരത്തിലുള്ള ആഘോഷമാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആർക്കും. അപ്പോൾ ഇത് വളരെ പ്രാകൃതമായ ഒരാഘോഷമാണ്. കേരളത്തിൽ പണ്ട് ആടുവെട്ടും കോഴിവെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നവോത്ഥാന കാലത്ത് നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അതൊക്കെ നിർത്തിയതാണ്. എല്ലാവരും നിർത്തിയതാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെയൊക്കെ വലിയ ഇടപെടലുണ്ടായിരുന്ന കാര്യം. അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളിലുണ്ടായിരുന്ന കോഴിവെട്ട് ആചാരം നിർത്തി. ആടിനെ വെട്ടുന്ന ശീലം ഉണ്ടായിരുന്നു, അതൊക്കെ നിർത്തി. അപ്പോൾ ഈ സാധു ജീവികളെ വെട്ടിക്കൊന്ന് നടത്തേണ്ടതാണ് ഈശ്വര സേവ എന്ന കാര്യം അത് നിർത്തിക്കളഞ്ഞു. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞേക്കണ ഒരു കാര്യമുണ്ട്. ഒരു സാധു മൃഗത്തെ അതിൻ്റെ നവദ്വാരങ്ങളും ബന്ധിച്ച് കൊല്ലുന്നതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം എങ്കിൽ നരകത്തിലേക്കുള്ള മാർഗം ഏതാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ നരകമാർഗത്തിൽ പോകുകയും സമാധാനപൂർവം ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ വിഭാഗക്കാരെ നമ്മൾ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണം? അങ്ങനൊരു സംഭവം നടന്നിട്ട് അതിനെതിരെ കനത്ത നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണം? ഒരക്ഷരം അവരാരും പറയുന്നില്ല. അവർക്കിത് ബാധകമേ അല്ല. ജയിച്ചു വന്ന ആർക്കും പറയാൻ പറ്റത്തുമില്ല. ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നവരാണ്, അവരെ എതിർത്ത് പറയാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിൽ. അല്ല, അങ്ങനെയല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം കിട്ടിയിരിക്കുന്നു, ഇനി ഞങ്ങൾ ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ധാർഷ്ട്യം, ഞങ്ങളുടെ ധാർഷ്ട്യം. മതപരമായ ആധിപത്യത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. ആ ആധിപത്യത്തിന് കീഴടങ്ങി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ വകവരുത്തുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് വെറുതെ ഒരു വിഭാഗം വെറുതെ ചെയ്യുക ഇല്ലല്ലോ. പാണക്കാട് തങ്ങളുടെ വരെ അനുവാദം വാങ്ങിയിട്ട് ചെയ്തേക്കണത്. അല്ലെങ്കിൽ അവർ പറയട്ടെ ഞങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല, ഈ ചെയ്തത് തെറ്റാണ്, ഞങ്ങൾ അവർക്കെതിരെ നടപടി എടുക്കുന്നതായിരിക്കും
പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്താ പറയാത്തത്? ഒരു പറയേണ്ടതല്ലേ? ഇതിപ്പം ചെയ്തിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ജനങ്ങളോട് അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള രണ്ടുപേരാണ്. എന്ന് വെച്ചാൽ പഞ്ചായത്തിലെ സെക്രട്ടറിയാണ്, ഭാരവാഹികളാണ്, പഞ്ചായത്ത് ഭാരവാഹികളായിട്ടുള്ളവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ജനങ്ങളോട് അത്രയധികം റെസ്പോൺസിബിലിറ്റി പുലർത്തേണ്ട അവരാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. അല്ല, അങ്ങനെയല്ല. അവർ ഞങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങൾ ആരാ ചോദിക്കാൻ? അതാണ് അതിൻ്റെ അർത്ഥം. ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു കോൺഗ്രസിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് 100-ലധികം സീറ്റുകൾ നേടി തന്നെയാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ വിജയിച്ചു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അവിടെ ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം ആർക്കെന്ന് ഉള്ളതിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? അല്ല, അത് കോൺഗ്രസിൻ്റെ ഒരു ശീലമാണ്. ഇപ്പോൾ തുടങ്ങിയൊന്നുമില്ല, പണ്ടേ തുടങ്ങിയ ശീലമാണ്. അതിൽ പിന്നെ കരുണാകരനും ആൻ്റണിയും കൂടി ഒരു ധാരണയിൽ പോയിരുന്ന കാലത്ത് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ള കാര്യം അതിന് ഉറപ്പായിരുന്നു. അതിനു മുൻപും അതിനു ശേഷമൊക്കെ ഇത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വടംവലി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കരുണാകരനെ പോലെയോ അല്ലെങ്കിൽ ആന്റണിയെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയുള്ളൊരു നേതാവ് ആ പാർട്ടിയിലില്ല. എല്ലാം അതിനേക്കാൾ താഴെ നിൽക്കുന്ന നേതാക്കളാണ്. അപ്പം അതുകൊണ്ട് അവരെല്ലാവരും തുല്യരാണ്, സമശീർഷരാണ് എന്ന് അവർക്ക് എല്ലാവർക്കും ധാരണയുണ്ട്. അങ്ങനെ അവർ തുല്യരായതുകൊണ്ട് ആരാകണം എന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടും വടംവലി വരും. കോൺഗ്രസിൻ്റെ ഒരു ശീലം അനുസരിച്ച് ചെയ്യാൻ പോകുന്നൊരു കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് പ്രമേയം പാസ്സാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് ഇവരെല്ലാം പോയി എല്ലാ ജയിച്ചു വന്ന MLA-മാരെയും പാർട്ടിയിലെ കുറേ നേതാക്കളെയും ഘടകകക്ഷി നേതാക്കളെയും ഒക്കെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ വന്ന് കാണും. എന്നിട്ട് അവരുടെ അഭിപ്രായം മുഴുവൻ എടുത്തുകൊണ്ട് ഡൽഹി ചെല്ലും. ഇവറ്റകളെല്ലാം കൂടി തിരിച്ച് വീണ്ടും ഡൽഹി ചെല്ലും. എന്നിട്ട് അവിടെ നിന്ന് അതിനുശേഷം അവരോട് എല്ലാവരോടും ഇങ്ങോട്ട് പോരാൻ പറയും. ഇങ്ങോട്ട് പോന്ന് ഇവിടെ എത്തി കഴിയുമ്പോഴേക്കും ഹൈക്കമാൻഡ് പേര് പറയും. അവർ പിന്നെ ഇതാണ് സാധാരണയിൽ സംഭവിക്കാറുള്ളത്. എലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു കമ്മ്യൂണിസ്റ്റിന് LDF-ന് ഒരു വൻ പരാജയം എന്ന് തന്നെ പറയുന്ന രീതിയിലാണ് പരാജയപ്പെട്ടത്. മന്ത്രിമാരൊക്കെ തന്നെയും തോറ്റുപോയൊരു മന്ത്രിമാർ തോറ്റല്ല, അവർക്ക് വോട്ട് ഭയങ്കരമായി കുറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ടേമിലേക്ക് ഭരണം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭരിക്കുന്നവർക്ക് അഹങ്കാരം വർദ്ധിച്ചു. ഇനി തങ്ങൾക്ക് തോക്കേണ്ട ഒരു സാഹചര്യം തോക്കേണ്ട സാഹചര്യം ഇല്ല എന്നല്ല, തങ്ങളെക്കാൾ വലുതായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ്. അവർക്ക് എന്തായിരുന്നു കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനയം ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അത് പ്രതിഫലിച്ചു. അല്ല, അവർക്ക് അതുണ്ടായിരുന്നില്ല. ഭരണത്തിൻ്റെ പ്രതിച്ഛായ വന്നത് ഒരു ഏകാധിപത്യ ഭരണമാണ്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മരുമകനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണമാണ് എന്നുള്ളൊരു ധാരണ വന്നു. പിന്നെ ഭരണത്തെ ന്യായീകരിക്കാൻ എന്ന രീതിയിൽ ഗോവിന്ദൻ എം വി ഗോവിന്ദൻ്റെ വ്യാഖ്യാനങ്ങൾ കൂടി വന്നതോടെ ജനങ്ങൾക്കത് സമ്പൂർണ്ണമായിട്ടും മടുത്തു. കാരണം പരപുച്ഛമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥായി ഭാവം. ചോദ്യം ചോദിക്കുന്നവരെ പുച്ഛം, വഴിയിൽ കാണുന്നവരെ പുച്ഛം, അങ്ങനെ പരപുച്ഛവും അഭ്യസൂയയും ദുർവ്യതിയാന ശക്തിയുമായി കഴിഞ്ഞ ഒരാളായിട്ട് ഗോവിന്ദൻ മാറി. അപ്പോൾ പാർട്ടിക്കാർക്ക് തന്നെ ഇയാൾ എന്താ പറയണെന്നുള്ള കാര്യം അറിയാതെ പോയി. അല്ലെന്തൊക്കെയോ പറയുന്നു, പക്ഷെ എന്താ പറയണമെന്ന് ആർക്കും അറിയില്ല. സ്വാഭാവികമായിട്ടും ആളുകൾ എതിരാകുന്ന ഒരവസ്ഥ ബന്ധപ്പെട്ടു. അതതിനെ ബാധിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഇപ്പം പിണറായി വിജയനെ നോക്കുകയാണെങ്കിൽ ധർമ്മടുത്ത് 6 റൗണ്ട് എണ്ണിയപ്പോഴും അദ്ദേഹം പിന്നിലായിരുന്നു. അല്ല, അദ്ദേഹത്തിനുമൊക്കെ തന്നെ അതൊരു വലിയ പാഠമാണ്. ജനങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു മുൻകൂർ വിധി എടുക്കേണ്ട. ഇനിയിപ്പോൾ ഈ 102 കിട്ടി എന്ന് കരുതിയിട്ട് ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ 102 കിട്ടും എന്ന രീതിയിലാണ് മറ്റേ UDF-കാർ സംസാരിക്കുന്നത്. അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിലേക്കൊന്നും പോകേണ്ടി വരില്ല. അതിന് മുമ്പേ തന്നെ തമ്മിലടിച്ച് തലകീറുകയും പരസ്പരം പഴിചാരുകയും 3 മുഖ്യമന്ത്രി ആയ ആളും മുഖ്യമന്ത്രി ആകാൻ കഴിയാത്തവരും തമ്മിലുള്ള വൈരാഗ്യവും വഴക്കും ഒക്കെ വന്നിട്ട് ഭരണം അലമ്പായി പോകാനാണ് സാധ്യത വരുന്നത്. ഈ ഒരു പ്രതിസന്ധി കോൺഗ്രസിൽ മാത്രമാണോ? ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള പ്രതിസന്ധി
അല്ല, അത് കോൺഗ്രസ്സിലത് വരും. കാരണം ഒന്നിലേറെ ആൾക്കാർ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുകയും അവരെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും. ഇപ്പം മറ്റു പാർട്ടികൾ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് കോൺഗ്രസ്സിലാണ്. അതെ, കോൺഗ്രസ്സിലാണ്. ബാക്കി പാർട്ടികളിലൊക്കെ അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് പോകും. ഇപ്പോൾ CPM-ലാണെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട്. പോളിറ്റ് ബ്യൂറോ മെമ്പർ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കും മുഖ്യമന്ത്രിയാകും. അയാൾക്ക് വേറെ എന്ത് കഴിവുണ്ടെന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയാക്കുന്ന അങ്ങനെ ഒരു രീതിയുണ്ട്. എവിടെ? കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്, പക്ഷെ അല്ലാത്തവരുണ്ട്. ആ ഒരു രീതിയിലല്ല മുഖ്യമന്ത്രിയെ അല്ല, തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ പ്രതിപക്ഷ നേതാക്കളായിരുന്നു, പിന്നീട് അവർ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പറയാൻ പറ്റില്ല ആരാകുമെന്നല്ലേ. ആരാകുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പാഴൂർ പഠിപ്പരയിൽ പോയാൽ പോലും നമുക്ക് മനസ്സിലാകണമെന്നില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്. പിന്നെ ചാൻസുകളുണ്ട്. സതീശന് ചാൻസ് ഉണ്ട്, വേണുഗോപാലിന് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതെന്നുണ്ടെങ്കിൽ വേണുഗോപാലിനാണ് ചാൻസ് കൂടുതൽ. കാരണം വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അതല്ല, മുസ്ലിം ലീഗിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത് സതീശനായിരിക്കും. സതീശനാണ് മുസ്ലിം ലീഗിന്റെ. കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനൊരു പ്രോക്സി ആണ് വേണ്ടത്. അവരുടെ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യാതെ അംഗീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. മറ്റേ ഇതിലെ ഇന്ദ്രൻസിൻ്റെ സിനിമയിൽ പറയുന്നില്ലേ, ആ ഒരു സിനിമയിൽ ഉണ്ടല്ലോ, ഇന്ദ്രൻസ് അച്യുതാനന്ദൻ്റെ റോൾ ചെയ്യുന്നൊരു സിനിമയുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ വേണ്ടത് ഒരു അടിമയാണെന്ന് പറയുമ്പോൾ പറയാം, ആശാനെ ആ അടിമ ഞാനാണ് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ആ അടിമ ആശാനെ ആ അടിമ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിൻ്റെ അടിമയായി ജീവിക്കാൻ സദാ സന്നദ്ധനായിട്ട് നിൽക്കുന്ന ഒരാളാണ് സതീശൻ. അതുകൊണ്ട് ലീഗ് സതീശനായിരിക്കും പറയുക.